നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സുരേഷ് ഗോപി ആംബുലൻസ് ദുരുപയോഗം ചെയ്തെന്ന പരാതിയിൽ പോലീസ് നടപടി തുടങ്ങി. വരാഹി അസോസിയേറ്റ് സിഇഒ അഭിജിത്തിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തു. മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയുള്ള ഭരണഘടന ഉണ്ടാക്കാനാണ് ബിജെപി RSS ശ്രമമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദേശീയത എന്ന വാക്കുച്ചരിക്കാൻ RSSന് അവകാശമില്ലെന്നും ബിനോയ് വിശ്വം. MT വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് MT. പാലപ്പള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാഡികൾക്ക് സമീപത്തെത്തിയ പുലി കൂനത്തിൽ ഹമീദിന്റെ പശുക്കുട്ടിയെ കൊന്നു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട കാർ ഫ്രൂട്ട്സ് കടയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. അപകടത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായും ഫ്രൂട്ട്സ് കട പൂർണ്ണമായും തകർന്നു. കോട്ടോൽ കുന്നിൽ 2 ഇടങ്ങളിലായി നടത്തുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം നടത്തി. കടവല്ലൂർ മുൻ പഞ്ചായത്ത് അംഗം ജമാൽ കോട്ടോലിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അഴീക്കോട് മുനയ്ക്കൽ മുസ്രിസ് ബീച്ച് ഫെസ്റ്റിവലിന് തുടക്കമായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സമ്മേളനത്തിനൊരുങ്ങിയ CPM. ജനുവരി 4, 5, 6 തീയതികളിൽ കുന്നംകുളത്താണ് ജില്ലാ സമ്മേളനം. 17 ഏരിയ കമ്മിറ്റികളിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും സമ്മേളനങ്ങൾ പൂർത്തിയായി. വെള്ളറക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ലഭിച്ച ഇൻവെർട്ടർ കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണിയാണ് പ്രവാസി സുഹൃത്തുമായി ബന്ധപ്പെട്ട് ഓഫീസിലേക്ക് ഇൻവെർട്ടർ ലഭ്യമാക്കിയത്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ ശമ്പളം ക്രിസ്മസിന് മുൻപായി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ പാചക തൊഴിലാളികളുടെ സംഘടനയായ സ്കൂൾ വർക്കേഴ്സ് അസോസിയേഷൻ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. പെൻഷനും മറ്റാനുകൂല്യങ്ങളും നടപ്പിലാക്കാതെ തൊഴിലാളികളെ പിരിച്ചുവിടുന്ന ദ്രോഹ നടപടികളാണ് ഇടതു സർക്കാർ ചെയ്യുന്നതെന്ന് സംഘടന കുറ്റപ്പെടുത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഡോക്ടർ M ജയപ്രകാശിന്റെ 3ാം ചരമ വാർഷിക ദിനം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് ഓഫീസിന് മുൻപിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്മൃതി മണ്ഡപത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സജീവ് മഞ്ഞില പുഷ്പാർച്ചന നടത്തി. എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള എളവള്ളി ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. മുരളി പെരുന്നെല്ലി MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. ഭരണഘടനാ ശില്പി BR അംബേദ്കറെ പാർലമെന്റിൽ അധിക്ഷേപിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് AYF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. CPI ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് AD സുദർശനൻ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അംബേദ്കറെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവഹേളിച്ചു എന്നാരോപിച്ച് SDPI പാവറട്ടി വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റികൾ പ്രതിഷേധ പ്രകടനം നടത്തി. പാവറട്ടിയിൽ നടന്ന പ്രതിഷേധ പ്രകടനം മണലൂർ മണ്ഡലം കമ്മിറ്റി അംഗം RV ഷഫീർ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് കോടാലി സർക്കാർ LP സ്കൂളിൽ ഒരുക്കിയ ആഘോഷ പരിപാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. ആമ്പല്ലൂരിൽ നടക്കുന്ന യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി കയ്പമംഗലം പുത്തൻപള്ളി യൂണിറ്റ് SYS സൗഹൃദ ചായ പരിപാടി സംഘടിപ്പിച്ചു. SYS സംസ്ഥാന ഡയറക്ടറേറ്റ് അംഗം സിറാജുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ സ്കൂളിന് മുന്നിൽ ക്ലോത്ത് ബാങ്ക് സ്ഥാപിച്ചു. ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റേറ്റ് അസിസ്റ്റന്റ് കമ്മീഷണർ അനിത C. മാത്യു, വാർഡ് മെമ്പർ PJ ജ്യോതിസ്, PTA പ്രസിഡന്റ് വിജിത പ്രജി എന്നിവർ ചേർന്ന് ക്ലോത്ത് ബാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തങ്ങാലൂർ ദൈവമാത ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ ശ്രദ്ധേയമായി. ഫാദർ ജോൺസൺ തളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരി നഗരസഭാ ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു.
ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായുള്ള 100 ദിന തീവ്ര ബോധവൽക്കരണ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. തൃശൂർ ടൗൺഹാളിൽ നടന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് ഓഫീസ് കോംപ്ലക്സിൽ ആരംഭിച്ച കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് വിപണന മേള നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. CPM മണലൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചേലക്കര തിരുവില്ലാമലയിൽ കാള വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മയക്കാനുള്ള ഇഞ്ചക്ഷൻ നൽകി കാളയെ പിടിച്ചുകെട്ടി. പത്മശ്രീ PK നാരായണൻ നമ്പ്യാർ ആശാന്റെ 1ാം ചരമവാർഷികം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഇരിങ്ങാലക്കുട അമ്മന്നൂർ ഗുരുകുലത്തിൽ നടക്കും. 24-ന് കലാമണ്ഡലം സതീശൻ, ഇടയ്ക്ക കലാകാരനായ കലാനിലയം ഉണ്ണികൃഷ്ണൻ, മിഴാവ് അധ്യാപകൻ കലാമണ്ഡലം അച്യുതാനന്ദൻ തുടങ്ങിയവർ ഭദ്രദീപം തെളിയിക്കും. അഴീക്കോട് മുനക്കൽ ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് മൊയ്തു പടിയത്ത് പുരസ്കാര രാവിൽ മൊയ്തു പടിയത്ത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നടി ഷീലയ്ക്ക് സമ്മാനിക്കും. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 27-ന് സമ്മാനിക്കും. സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. സ്വകാര്യ ബസ്സുകളോടുള്ള ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം ബസ് സർവീസ് നിർത്തിവെക്കുന്നതുൾപ്പെടെയുള്ള സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബസ് ഉടമ സംഘടനാ ഭാരവാഹികൾ. വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന്റെ ഫണ്ട് യഥാസമയം അനുവദിക്കാതിരിക്കുന്ന സർക്കാർ നടപടിയിൽ KPSTA വെങ്കിടങ്ങ് ബ്രാഞ്ച് സമ്മേളനം പ്രതിഷേധിച്ചു. KPSTA സംസ്ഥാന സമിതി അംഗം TU ജെയ്സൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സാവാസ ക്യാമ്പിന് തുടക്കമായി. ക്യാമ്പ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സഹവാസ ക്യാമ്പിന് താന്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തൃപ്രയാർ സെന്ററിൽ നടന്ന സംഗമം വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റിന്റെ ജില്ലയിലെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരത്തിന് ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജു അർഹനായി. ജനുവരി അവസാന വാരത്തിൽ ആളൂരിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ R ബിന്ദു പുരസ്കാര സമർപ്പണം നടത്തും. കനത്ത മഴയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രത്യേക വിഹിതം നൽകാൻ എളവള്ളി പഞ്ചായത്ത് യോഗം തീരുമാനിച്ചു. മഴയെ തുടർന്ന് വാഗ, കുണ്ടുപാടം, കണിയാംതുരുത്ത്, കോക്കൂർപ്പാടം, കാട്ടുപാടം, ബ്രാലായി എന്നീ പ്രദേശങ്ങളിൽ ഒരാഴ്ചയോളം നെൽച്ചെടികൾ പൂർണ്ണമായും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. തോളൂർ പഞ്ചായത്തിലെ വീടുകളിൽ ജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള ബയോ ബിന്നുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി വിതരണോദ്ഘാടനം നിർവഹിച്ചു. CPM ഒല്ലൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം തിങ്കളാഴ്ച സമാപിക്കും. CPM നാട്ടിക ഏരിയ സമ്മേളനം സമാപിച്ചു. പൊതുസമ്മേളനം SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ഉദ്ഘാടനം ചെയ്തു. GHSS താന്യം സ്കൂളിൽ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സപ്തദിന സാവാസ ക്യാമ്പ് നടത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം താന്യം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ നിർവഹിച്ചു. കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് വടക്കാഞ്ചേരി ഫൊറോന പള്ളി ഹാളിൽ നടന്നു. അദാലത്തിൽ 10 പട്ടയങ്ങൾ കൈമാറി. റവന്യൂ മന്ത്രി K രാജൻ, മന്ത്രി ഡോക്ടർ R ബിന്ദു എന്നിവർ ചേർന്ന് പട്ടയങ്ങൾ കൈമാറി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.